തമിഴ്നാട് മുഖ്യമന്ത്രിയായി സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത വേദിയിൽ ഏറ്റവും ശ്രദ്ധ നേടിയ മന്ത്രി. വിജയുടെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ, വിശ്വസ്തൻ, തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് വിദഗ്ധൻ, ലോട്ടറി കിങ് സാന്റിയാഗോ മാർട്ടിന്റെ മരുമകൻ. ആരാണ് തമിഴക രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുന്ന ബിസിനസ് കുടുംബത്തിലെ കണ്ണിയായ ആദവ് അർജുന? ആദവ് അർജുന എന്നും നാൾ 2014 മുതൽ DMKയുടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായി സുപ്രധാന റോളിൽ തിളങ്ങിയ ആദവ് 2021 തെരഞ്ഞെടുപ്പ് സമയത്തും DMKയെ സഹായിച്ചിട്ടുണ്ട്. വോയിസ് ഓഫ് കോമൺ എന്ന ആദവ് അർജുനയുടെ സ്ഥാപനം ഒരു കാലത്ത് DMKയുടെ IT വിഭാഗത്തിന്റെ ബുദ്ധികേന്ദ്രമായിരുന്നു. സ്റ്റാലിന്റെ മരുമകൻ സബരീഷിനും ഇതിൽ പങ്കാളിത്തമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 2023 ആദവ് ഔദ്യോഗികമായി തോൽ തിരുമാവളവന്റെ VCKയിൽ ചേർന്നത്. VCKയിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയെങ്കിലും അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് അദ്ദേഹം 2024 പാർട്ടി വിട്ടു. 2025 ആദവ് തമിഴക വെട്രിക്കഴകത്തിൽ അംഗമാവുന്നത്. പിന്നാലെ TVKയുടെ ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച വാറൂമായും ചെന്നൈയിലെ വോയിസ് ഓഫ് കോമൺ മാറി. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിനെ വിജയിയോട് അടുപ്പിച്ചതും ആദവ് തന്നെയായിരുന്നു. വിജയുടെ രാഷ്ട്രീയ തന്ത്രജ്ഞനായും തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് വിദഗ്ധനായും തിളങ്ങിയ ആദവ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതലകൾ മുതൽ സഖ്യകക്ഷികളുമായുള്ള ചർച്ചകളുടെയും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെയും എല്ലാം മുഖ്യ സൂത്രധാരൻ കൂടിയായി മാറി. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിജയുടെ ഏറ്റവും വിശ്വസ്തനായി മാറാനും ആദവിന് കഴിഞ്ഞു. അത് തന്നെയാണ് ആദ്യ TVK സർക്കാരിലെ കേന്ദ്ര ബിന്ദുവായി അദ്ദേഹത്തെ മാറ്റിയതും. വെള്ളിവാക്കം എന്ന DMKയുടെ ഉരുക്കുകോട്ട തകർത്താണ് ആദവ് TVK സർക്കാരിൽ പ്രധാനിയായി എത്തിയത്. രൂപീകൃതമായ ശേഷം നടന്ന 11 തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ തവണയും DMKയ്ക്കൊപ്പം നിന്ന വെള്ളിവാക്കം ഇത്തവണ മാറി ചിന്തിച്ചതും ആദവിന്റെ പ്രതിച്ഛായ കൂട്ടി. DMKയുടെ കാർത്തിക് മോഹനെ 17,302 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. അപ്രതീക്ഷിത കുതിച്ചുചാട്ടം നടത്തി അധികാരത്തിലെത്തിയ വിജയുടെ TVK സർക്കാരിലെ ഏറ്റവും ശ്രദ്ധേയനായ ആദവ് അർജുനയുടെ അടുത്ത നീക്കങ്ങൾ എന്താകുമെന്ന ആകാംക്ഷയിലാണ് തമിഴ് രാഷ്ട്രീയം.